ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ നിയാസ് UDF-നെ, കോൺഗ്രസിനെ, മുസ്ലിം ലീഗിനെയൊക്കെ പിന്തുണച്ച സംഘടനകൾക്ക് പോലും കേവലം ഈ 3 ആഴ്ച കൊണ്ട് പറയേണ്ടി വന്നു സർക്കാർ മുന്നിട്ടിറങ്ങണം. എന്തുകൊണ്ട് പറയുന്നു? അങ്ങനെ മുന്നിട്ടിറങ്ങുന്നില്ല എന്ന തോന്നൽ ഉള്ളതുകൊണ്ടാണ്. ആ തോന്നൽ എന്നുള്ളതൊരു ബോധ്യമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ബി അശോകിൻ്റെ കാര്യം പറഞ്ഞു. IAS ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത് വകുപ്പുകൾ കൊടുക്കണം. പക്ഷേ എല്ലാ സർക്കാരുകളും അവരെ ഓരോരുത്തരെയും വിലയിരുത്തിയാണ് അതിനനുസരിച്ചായിരിക്കും വകുപ്പുകൾ കൊടുക്കുക. ഇപ്പോൾ ഏറ്റവും അധികം സംഘിവൽക്കരണം, കാവ്യവൽക്കരണം നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ്. ഓരോ ദിവസവും അത് ചാൻസലറായിട്ടുള്ള ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ പറയുന്നുണ്ട് MG സർവകലാശാലയുടെ കാര്യത്തിൽ ഈ ലിസ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് ഇന്ന് അതിന് വിരുദ്ധമായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ മറ്റൊന്ന് പറയുന്നത്. അങ്ങനെ ബി അശോകിൻ്റെ കാര്യത്തിൽ നേരത്തെ അരുൺകുമാർ പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടി നടപടിയെടുത്ത ആളാണ്. എന്തിൻ്റെ പേരിലാണ്? ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള ആളിൻ്റെ രാഷ്ട്രീയം ഒരു വിഷയമേ അല്ല, കാഴ്ചപ്പാടുകൾ വിഷയമല്ല, അഭിരുചി വിഷയമല്ല എന്ന് VD സതീശൻ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ പറഞ്ഞതുപോലെയുള്ള വളരെ വലിയ വിമർശനങ്ങൾ ഉയരും. അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷ ക്രെഡൻഷ്യലിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ വെല്ലുവിളികളും വിമർശനങ്ങളും ഉയരുകയും ചെയ്യും. തുടക്കമേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെയാണ് ഇത് വരുന്നതെന്ന് ഓർക്കണം ശ്രീനിവാസ്. ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ബി അശോകിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. ബി അശോക് കേരളത്തിൽ എപ്പോഴാണ് നിങ്ങൾക്ക് അനഭിമതനായത്? ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ, ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതകൾ, ഗവൺമെൻറ്റിൻ്റെ അഴിമതികൾ, അതൊക്കെ അദ്ദേഹം തുറന്ന് പറയാനും ഫയൽ എഴുതാനും തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹം ഏറ്റവും വലിയ കുഴപ്പക്കാരനായി. BJPക്ക് ഒരു പരിപാടിയുണ്ട്. BJPക്ക് എതിരായി വിമർശിച്ചാൽ അയാൾ രാജ്യദ്രോഹിയാവും. നിങ്ങളുടെ ഗവൺമെൻറ്റിനെയോ നിങ്ങളെയോ ഉപദ്രവിച്ചാൽ ഉടനെ അദ്ദേഹം സംഘിയാവും. അത് നിങ്ങളുടെ ഒരു ശൈലിയാണ്. ജയചന്ദ്രനെ പോലെയുള്ള ഒരു മാധ്യമപ്രവർത്തകരൊക്കെ ഈ രീതിയിലുള്ള സമീപനം എടുക്കുന്നത് ബി അശോകിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല IAS ഉദ്യോഗസ്ഥനാണെന്നുള്ള അഭിപ്രായം തന്നെയാണ്. അദ്ദേഹത്തിന് അഭിപ്രായങ്ങളുണ്ട്. അത് എപ്പോഴും ഞങ്ങൾക്ക് അനുകൂലമായ അഭിപ്രായങ്ങളായിരിക്കില്ല. അദ്ദേഹത്തിന് ചില വിമർശനങ്ങളുണ്ട്. അത് ഞങ്ങൾക്കെതിരായുള്ള വിമർശനങ്ങളായിരിക്കും. അനുകൂലമായാലും എതിരായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കഴിവ്, ആ കഴിവ് ഒരു മിനിറ്റ് ആ കഴിവ് ഉറ്റ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും നിങ്ങൾ മാറ്റി നിർത്തി. എന്നിട്ട് നിങ്ങൾ ഏറാൻ മൂളികളെയും നിങ്ങൾക്ക് അഴിമതി നടത്താൻ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാടാണ് കഴിഞ്ഞ 10 വർഷമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. കഴിവുറ്റ ബി അശോക് ഉൾപ്പെടെയുള്ള പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷേ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മന്ത്രി റോജി എം ജോൺ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ കാവ്യവൽക്കരണം അത് തിരക്കേടില്ല, ആരായിരുന്നാലും തിരക്കേടില്ല, അത് അംഗീകരിക്കില്ല പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്ത് ഒപ്പുവെച്ചിട്ടും ഒപ്പുവെച്ചില്ല എന്ന് പറഞ്ഞത് ആരാ? ഇതിന് ഉത്തരം പ്ലീസ് താങ്കളോടാണ്, നിയാസിനോടാണ് ചോദ്യം. അരുണിന്റെ ചോദ്യം ഒരിക്കൽ കൂടി. അതെ അരുൺ, ആ ചോദ്യം ചോദിച്ചോളൂ. അദ്ദേഹം കേൾക്കാത്ത ചോദ്യമല്ലാതെ ആ ചോദ്യം 2013 ഏപ്രിൽ മാസം 24 ഇതേ ബി അശോക് മിസ്റ്റർ നിയാസ് പറഞ്ഞോളൂ. അതായത് 2013 ഏപ്രിൽ മാസം 24 ബി അശോക് കേരള കൗമുദിയിൽ എഴുതിയ ലേഖനത്തിൽ നിശ്ചിതമായി വിമർശിച്ചത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയുമാണ്. അതുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് മെമ്മോ കൊടുത്തതും അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി SLP നമ്പർ 34/2015 സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുത്ത് ഉമ്മൻചാണ്ടി നടപടിയെടുത്തു. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും വിമർശിച്ചുകൊണ്ട് കേരള കൗമുദിയിൽ 2013 ഏപ്രിൽ 24 എഴുതിയ ലേഖനം, ആ ലേഖനത്തിന്റെ ഹെഡിങ് മോദി ശിവഗിരിയിൽ വന്നാൽ എന്ത് എന്നതാണ്. അവിടെ ശിവഗിരിയിൽ ക്ഷണിച്ചിട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വരാത്തതിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ലേഖനത്തിൽ നിങ്ങളുടെ ഉമ്മൻചാണ്ടിയാണ് മെമ്മോ കൊടുത്തത്. അതിനെതിരെ നിയമ പോരാട്ടമായി സുപ്രീം കോടതി വരെ പോയിട്ടാണ് അദ്ദേഹം സർവീസിൽ തിരിച്ചു കയറിയത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇത് ചെയ്തു അതിനൊരു മറുപടി വിശദീകരണം ഉണ്ടോ? 2016 വരെയാണ് ഈ ലേഖനത്തിൽ എടുത്ത് വായിക്കാൻ ഞാൻ താങ്കളെ പോലെ BJPയെ പോലെ ഞങ്ങൾ അഭിപ്രായം പറയുന്നവരെ കശാപ്പ് ചെയ്യുന്ന, ഉന്മൂലനം ചെയ്യുന്ന ഉന്മൂലന സിദ്ധാന്തത്തിലുള്ളവരല്ല. ഞങ്ങൾ ജനാധിപത്യവാദികളാണ്.
അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ നെഹ്റുവിന്റെ ബോധ്യം left hand തെറ്റായിരുന്നു പറയുന്നത്. എന്നാണോ? നെഹ്റുവിന്റെ ഉമ്മൻചാണ്ടിയുടെ left നടപടി hand. തെറ്റായിരുന്നു അത് എന്നാണോ? വിമർശകർ എന്ത് നടത്തിയാലും ആ ചൂണ്ടിക്കാണിച്ചില്ലേ? വിമർശനങ്ങളായി കണ്ട് അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളും അവരുടെ കഴിവുകളെയും അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെറ്റാണെന്ന് ഞങ്ങളുടെ പറയുന്നത്. ലക്ഷ്യം. ഉമ്മൻചാണ്ടിയാണ് നിങ്ങൾ പ്രിയപ്പെട്ട വിമർശിക്കുന്നത്. നിങ്ങൾ വ്യഗ്രതപ്പെടേണ്ട. വളരെ രസകരമാണ്. അങ്ങ് നിയാസിന്റെ വ്യഗ്രതപ്പെടേണ്ട. സ്ട്രാറ്റജി രസമാണ്. ഇതേ വിഷയത്തിലേക്ക് അശോക് കടക്കാതെ ഉമ്മൻചാണ്ടിയെ പരാമർശിക്കാതെ ആ സർക്കാരിന്റെ കാലത്ത് അശോകിനെതിരെ എടുത്ത നടപടിയെ കുറിച്ച് പരാമർശിക്കാതെ കേവല വിശദീകരണം കൊണ്ട് കാര്യമില്ല. ഉമ്മൻചാണ്ടിയുടെ നടപടിയും വി ഡി സതീശന്റെ നടപടിയും ഒത്തുപോകില്ല. നിയാസ് ഉത്തരമുണ്ടെങ്കിൽ അത് പറയണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹം എടുത്ത നടപടിയും വി ഡി സതീശൻ ഇപ്പോൾ പറയുന്ന ന്യായീകരണവും ഒത്തുപോകില്ല. വിശദീകരണം എന്താണ് നിയാസ് പറയാനുള്ളത്? ശരത്തെ ഞാൻ വീണ്ടും പറയാലോ, അന്ന് അദ്ദേഹം എടുത്ത നടപടിക്ക് ഞങ്ങൾ ഷോക്കോസ് കൊടുത്തു, അത് ഞങ്ങൾ നിയമ നടപടികൾ എടുത്തു, അത് അവസാനിച്ചു അവിടെ. ഒരാൾ ജീവിതത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ 51 വെട്ടിയാളെ കൊല്ലലല്ല കോൺഗ്രസിന്റെ നിലപാട്. അതായത് സംഘപരിവാർ അഭിനിവേശം താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ നിങ്ങൾക്കൊരു തടസ്സമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ലേ പറഞ്ഞു വെച്ചത്? സംഘപരിവാർ അഭിനിവേശവും താല്പര്യവുമുള്ള ഉദ്യോഗസ്ഥർ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല. ഇങ്ങനെ അസഹിഷ്ണുത ആവരുത്. ചോദ്യത്തിൽ എന്താ അസഹിഷ്ണുത? താങ്കൾ ഇന്നും മാധ്യമ പ്രവർത്തകനാണ്. എന്താണ് ചോദ്യം ചോദിക്കുന്നത്? അസഹിഷ്ണുതയെ കാണുന്ന കാലത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്. നിങ്ങളോട് തന്നെയാണ് ചോദിക്കുന്നത്, ഇവരോട് ആരോടുമല്ല. താങ്കളുടെ പാർട്ടിയുടെ ഭരണമേ പോയിട്ടുള്ളൂ. എന്താണ് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ ചർച്ചകളിൽ സംഭവിച്ചിട്ടില്ല. താങ്കൾ ദയവായി സഹിഷ്ണുത കാണിക്കൂ. ദയവായി സഹിഷ്ണുത കാണിക്കൂ. ഇതാണ് ശരത്തെ. ഇങ്ങനെ അസഹിഷ്ണുത കാണിച്ചാൽ, ഇപ്പം തന്നെ അസഹിഷ്ണുത കാണിച്ചാൽ 10-15 ദിവസം ആകുമ്പോഴേക്ക് ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ശരത്ത് ജീവിക്കണ്ടേ? ശരത്തെ കാണിച്ചാൽ എങ്ങനെ 19-ാം തീയതി എങ്ങനെ ശരത്ത് ന്യൂസ് വായിക്കും? 19-ാം തീയതിത്തെ വാർത്ത എങ്ങനെ ശരത്തിന് ഉൾക്കൊള്ളാൻ കഴിയും? ശരത്തെ ശാന്തമാകൂ. ശരത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പോകുന്നു. മുഖ്യമന്ത്രിയായ കാലത്ത് ഞാൻ മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്ത് ഞാൻ മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രിയായ കാലത്തും മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്ന ഇതേ കാലത്ത് മാധ്യമപ്രവർത്തകനായി തന്നെ ഉണ്ടാകും. ചോദ്യം ചോദിക്കുമ്പോൾ ഇമാതിരി വർത്തമാനം കൊണ്ട് ഒരു കാര്യവുമില്ല. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് നെറ്റി പൊട്ടിച്ച് അദ്ദേഹത്തിന്റെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച സഹാക്കളോട് പുറത്തവനാണ് ഉമ്മൻചാണ്ടി. അത് ആലോചിക്കണം. ഒരു പൊതുയോഗത്തിൽ സംസാരിച്ചാൽ പോലും കേട്ടിരിക്കുന്ന ആളുകൾ എഴുതിച്ചു പോകും. അംഗരക്ഷകരെ കൊണ്ടുപോയി രക്ഷാപ്രവർത്തനം നടത്തിയവരാണ്. ഏതൊക്കെയോ വഴിക്ക് എന്തെല്ലാമോ പറഞ്ഞിട്ട് എന്ത് കാര്യം? വ്യത്യാസമുണ്ട്.